അപ്പോൾ എക്സസൈസ് 8.1 10th ക്വസ്റ്റ്യൻ ആണ് ഇന്ന് ചെയ്യുന്നത്. എന്താണെന്നുള്ളത് നോക്കാം. ABCD is a parallelogram and AP and CQ are perpendiculars from vertices A and C on diagonal BD. Show that triangle APB congruent to CQD. Second, AB equal to CQ എന്ന് പ്രൂവ് ചെയ്യണം. അതായത് ABCD ഒരു പാരലോഗ്രാം ആണ്. അതിൻ്റെ വെർട്ടിസസ് എയിൽ നിന്ന് ബി ഡിയിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരയുന്നു. അതുപോലെ വെർട്ടിസസ് സിയിൽ നിന്ന് ബി ഡി ഡയഗണൽ ബി ഡിയിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എ പി ബി, ഈ ട്രയാങ്കിൾ എ പി ബി കോൺട്രുവൻറ്റ് ടു, അതായത് എ പി ബി ഈ ട്രയാങ്കിൾ കോൺട്രുവൻറ്റ് ടു സി ക്യു ഡി ഈ ട്രയാങ്കിൾ മേലെയുള്ള ഈ സി ക്യു ഡി ഡോട്ടഡ് ലൈൻ ഇട്ടിട്ട് കാണിച്ച സി ക്യു ഡി അത് രണ്ടും കോൺട്രുവൻ്റ് ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പോൾ പിന്നെ എ പി ഈക്വൽ ടു സി ക്യു ഇത് രണ്ടുമാണ് നമുക്ക് ഇതിൽ പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഗിവൺ എന്നുള്ളത് എഴുതാം. ഗിവൺ എ ബി സി ഡി ഈസ് എ പാരലോഗ്രാം. ABCD is a parallelogram. അതിൽ എന്തൊക്കെയാണ്? എ പി പെർപെൻഡിക്കുലർ ടു ബി ഡി, എ പി പെർപെൻഡിക്കുലർ ടു ബി ഡി, അതുപോലെ സി ക്യു പെർപെൻഡിക്കുലർ ടു ബി ഡി. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് തന്നിട്ടുള്ളത്. എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? ടു പ്രൂവ് ട്രയാങ്കിൾ എ പി ബി കോൺട്രുവൻറ്റ് ടു ട്രയാങ്കിൾ സി ക്യു ഡി. ആദ്യം രണ്ട് ട്രയാങ്കിളും കോൺട്രുവൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യണം. രണ്ടാമത്തെ പാർട്ട് എ പി ഈക്വൽ ടു സി ക്യു. ഇത്രയാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ നമുക്ക് പ്രൂഫ് ഇവിടെ നമ്മൾക്ക് എ പി പെർപെൻഡിക്കുലർ ടു ബി ഡി ആണ്. എ പി പെർപെൻഡിക്കുലർ ടു ബി ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. അതുപോലെ സി ക്യു പെർപെൻഡിക്കുലർ ടു ബി ആകുമ്പോഴും ഈ ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഈ ട്രയാങ്കിൾ എ പി ബി ആൻഡ് ട്രയാങ്കിൾ സി ക്യു ഡി ഇതിൽ രണ്ടും എന്തൊക്കെയാണ് നമുക്ക് കോമൺ ആയിട്ട് വരുന്നത് നോക്കാം. അതായത് ഈ ആംഗിൾ നമുക്ക് ആദ്യം പറയാം. ആംഗിൾ എ പി ബി 90 ഡിഗ്രി ആണല്ലോ. ആംഗിൾ എ പി ബി ഈക്വൽ ടു ആംഗിൾ സി ക്യു ഡി. ക്യു ആണ് 90 ഡിഗ്രി. ആംഗിൾ സി ക്യു ഡി 90 ഡിഗ്രി ഗിവൺ ആണ്. ഇനി എന്തൊക്കെ പറയാം? എ ബി ഈക്വൽ ടു സി ഡി. എ ബി സി ഡി ഒരു പാരലോഗ്രാം ആണെങ്കിൽ എ ബി എന്തിന് ഈക്വൽ ആയിരിക്കും? സി ഡിക്ക് ഈക്വൽ ആയിരിക്കും. അപ്പോൾ എ ബി ഈക്വൽ ടു സി ഡി സൈഡ്സ് ഓഫ് എ പാരലോഗ്രാം. അതുപോലെ എ ബി സി ഡിക്ക് പാരലാണ്. അപ്പോൾ എ ബി പാരലൽ ടു സി ഡി ആണെങ്കിൽ നമുക്കറിയാം ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇവിടെ ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് ആംഗിൾ എ ബി പി ഈക്വൽ ടു സി ഡി ക്യു. ആംഗിൾ സി ഡി ക്യു ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ്. ഇവിടെ എ ബി പാരലൽ ടു സി ഡി, ബി ഡി ആണ് ട്രാൻസ്വേഴ്സൽ. ബി ഡി ട്രാൻസ്വേഴ്സൽ ആകുമ്പോൾ ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ അപ്പോൾ ഇവിടെ രണ്ട് ആംഗിളും ഒരു സൈഡും ഈക്വൽ ആയിട്ട് വന്നു. എ ബി ഈക്വൽ ടു സി ഡി വന്ന് ഈ രണ്ട് ആംഗിളും 90 ഡിഗ്രിയാണ്, അത് ഈക്വലായി. അതുപോലെ ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് ഈക്വലായി. രണ്ട് ആംഗിളും ഒരു സൈഡുമാണ്. ഇൻക്ലൂഡഡ് അല്ല ഇവിടെ വരുന്നത്, രണ്ട് ആംഗിളാണ്, അതുപോലെ ഒരു സൈഡ്. അപ്പോൾ രണ്ട് ആംഗിളും ഒരു സൈഡും ഈക്വലായിട്ട് വന്നതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ട്രയാങ്കിൾ എ പി ബി triangle APB congruent to triangle CQD by AAS congruency rule. AAS congruency rule പ്രകാരം triangle APB ഈ ട്രയാങ്കിളും കോൺട്രുവൻ്റ് ആണെങ്കിൽ സെക്കൻഡ് പാർട്ട് എന്താണ്? AP ഈക്വൽ ടു CQ എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. Therefore AP equal to CQ by CP CT. അതായത്
എ പി ഈ രണ്ട് ട്രയാങ്കിളും കോൺട്രുവൻ്റ് ആണെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും. എ പി ഈക്വൽ ടു സി ക്യു. അപ്പോൾ അത് നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. അത് സിമ്പിളാണ്. ഏതൊക്കെ ആംഗിളാണെന്നുള്ളത് നോക്കുക. അതുപോലെ ഏതെങ്കിലും ഒരു കോൺട്രുവൻസി റൂള് അതിൽ ശരിയായിട്ട് കിട്ടുവാണെങ്കിൽ നമുക്ക് ആ രണ്ട് ട്രയാങ്കിളും കോൺട്രുവൻ്റ് ആണെന്ന് പറയാം. ഇവിടെ AS കോൺട്രുവൻസി റൂളാണ്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ആ രണ്ട് ട്രയാങ്കിളും കോൺട്രുവൻ്റ് ആണെന്ന് പറയാം. പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ AP ഈക്വൽ ടു CQ എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ അത് CPCT. അപ്പോൾ 11th ക്വസ്റ്റ്യൻ, ഇൻ ട്രയാങ്കിൾ ABC ആൻഡ് DEF, ABCയിലും DEFയിലും AB ഈക്വൽ ടു DE, AB പാരലൽ ടു DE, അതുപോലെ BC ഈക്വൽ ടു EF, BC പാരലൽ ടു EF. Vertices A, B and C are joined to vertices D, E, F respectively. അങ്ങനെയാണെങ്കിൽ ക്വാഡ്രിലേറ്റർ ABED is a parallelogram. നമുക്ക് ആദ്യം പ്രൂവ് ചെയ്യേണ്ടത് ABED ഈ ക്വാഡ്രിലേറ്റർ ഒരു പാരലോഗ്രാം ആണെന്ന് പ്രൂവ് ചെയ്യണം. പാരലോഗ്രാം ആണെന്ന് പ്രൂവ് ചെയ്യാൻ നമുക്ക് രണ്ട് പാരലൽ സൈഡ്സ്, അതുപോലെ പാരലൽ സൈഡ്സ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇതിൽ ഏതെങ്കിലും ഒന്ന് ശരിയായാൽ തന്നെ നമുക്ക് എന്ത് പറയാം? ABED ഒരു പാരലോഗ്രാം ആണെന്ന് പറയാം. ഇവിടെ നമുക്ക് ഗിവൺ AB ഈക്വൽ ടു D ആണ്, അതുപോലെ AB പാരലൽ ടു D ആണ്. അപ്പോൾ ഇവിടെ AB Dക്ക് പാരലും ആണ്, അതുപോലെ ഈക്വലും ആണ്. അപ്പോൾ ഒരു പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വലും പാരലും ആയിട്ട് വരികയാണെങ്കിൽ അതിനെ നമുക്ക് പാരലോഗ്രാം എന്ന് പറയാം. ആ കോർഡിനേറ്റർ നമുക്ക് എന്ത് പറയാം? പാരലോഗ്രാം. അപ്പോൾ അതാണ് ഇവിടെ പ്രൂവ് ചെയ്യേണ്ടത്. നമുക്ക് എന്തൊക്കെയാണ് ഗിവൺ എന്നുള്ളത് നോക്കാം. ഗിവൺ AB ഈക്വൽ ടു DE, AB പാരലൽ ടു DE, അതുപോലെ BC ഈക്വൽ ടു EF, BC പാരലൽ ടു EF. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇനി എന്ത് ചെയ്യാം? എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? ടു പ്രൂവ് ഓരോ പാർട്ടായിട്ട് ചെയ്യാം. ആദ്യം നമുക്ക് കോർഡിനേറ്റർ ABED ഈസ് എ പാരലോഗ്രാം. കോർഡിനേറ്റർ ABED ഈസ് എ പാരലോഗ്രാം എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ അതിനു വേണ്ടി ആദ്യം നമുക്ക് അതിൽ AB ഈക്വൽ ടു DE ആണ്, അതുപോലെ AB പാരലൽ ടു D ആണ്. AB പാരലൽ ടു D ആണെങ്കിൽ കോർഡിനേറ്റർ ABED is a parallelogram. Reason, a pair of opposite sides are equal and parallel ആണ്. ഈക്വലും ആണ് പാരലലും ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ആ കോർഡിനേറ്ററിൽ ഒരു പാരലോഗ്രാം ആണ്. അപ്പോൾ ഇതിൽ അത്രയും നമുക്ക് ചെയ്യേണ്ടത്. ഇത് ഗിവൺ ആണ്. AB ഈക്വൽ ടു DE, അതുപോലെ AB പാരലൽ ടു DE ഗിവൺ ആണ്. അങ്ങനെയാണെങ്കിൽ ആ രണ്ട് സൈഡും ഈക്വലും പാരലും ആയതുകൊണ്ട് ABED ഒരു പാരലോഗ്രാം ആയി. അപ്പോൾ ഇതിൽ പ്രൂഫ് എന്ന് പറഞ്ഞിട്ട് എഴുതിയാണ്. ഇനി സെക്കൻഡ് എന്താണ് ചെയ്യേണ്ടത്? കോർഡിനേറ്റർ BFC ഈസ് എ പാരലോഗ്രാം. BEFC ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ലൈൻ ഇല്ലെങ്കിൽ BEFC ഒരു പാരലോഗ്രാം. അതായത് ഇതാണ് നമുക്ക് പാരലോഗ്രാം എന്ന് പ്രൂവ് ചെയ്യേണ്ടത്. ഇതിൽ നമുക്ക് ഗിവൺ ആണ് BC ഈസ് ഈക്വൽ ടു EF, BC പാരലൽ ടു EF ആണ്. അങ്ങനെയാണെങ്കിൽ BCEF ഈസ് എ പാരലോഗ്രാം. അപ്പോൾ നമുക്ക് എഴുതാം BC ഈസ് ഈക്വൽ ടു EF, BC പാരലൽ ടു EF. കാര്യം ഗിവൺ ആണ്. Therefore BCEF is a parallelogram. Reason same തന്നെ. Pair of opposite sides are equal and parallel. അപ്പോൾ സെക്കൻഡ് പാർട്ട് കഴിഞ്ഞ് ഇനി തേർഡ് ക്വസ്റ്റ്യൻ AD പാരലൽ ടു CF ആൻഡ് AD ഈക്വൽ ടു CF എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് പാരലോഗ്രാം കിട്ടി. ABEDയും അതുപോലെ BCEF. ഇപ്പോൾ ഇതിൽ BCEF ഒരു പാരലോഗ്രാം ആണെങ്കിൽ BE ഈക്വൽ ടു CF ആയിരിക്കും. തേർഡ് പാർട്ട് BE ഈക്വൽ ടു CF, അതായത് BEFC പാരലോഗ്രാം.
BFC പാരലോഗ്രാം ആവുമ്പോൾ BE ഈക്വൽ ടു CF കിട്ടും. അതുപോലെ BE ഈക്വൽ ടു AD ആണ്. BE ഈക്വൽ ടു AD. ABED പാരലോഗ്രാം ആവുമ്പോഴാണ് നമുക്ക് അതിൻ്റെ സൈഡ്സ് ഈക്വൽ ആയിരിക്കും. ABED ഈസ് എ പാരലോഗ്രാം, ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇതിൽ BE CFന് ഈക്വൽ ആണ്, അതുപോലെ BE ADക്ക് ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? AD ഈക്വൽ ടു CF. AD CFന് ഈക്വലായി. AD CFന് ഈക്വലും ആണ്, പാരലലും ആണ്. AD പാരലൽ ടു CF. അപ്പോൾ നമ്മളത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഇനി ACFD ഈസ് എ പാരലോഗ്രാം എന്നാണ് ഫോർത്ത് ക്വസ്റ്റ്യൻ. ഇവിടെ ACFD ഈസ് എ പാരലോഗ്രാം ഇവിടെ നമുക്ക് കിട്ടി. തേർഡ് ക്വസ്റ്റ്യനിൽ എന്ത് കിട്ടി? AD ഈക്വൽ ടു CF ആൻഡ് AD പാരലൽ ടു CF. അങ്ങനെയാണെങ്കിൽ ACFD ഈസ് എ പാരലോഗ്രാം. അപ്പോൾ അതും കഴിഞ്ഞു. ACFD ഈസ് എ പാരലോഗ്രാം. അപ്പോൾ ഫോർത്ത് ക്വസ്റ്റ്യൻ വരെ കഴിഞ്ഞു. ഇനി നമുക്ക് AC is equal to DF. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ AC is equal to DF. AC DF ഒരു പാരലോഗ്രാം ആണെങ്കിൽ AC is equal to DF ആയിരിക്കും. AC is equal to DF. അതിന് റീസൺ AC DF ഈസ് എ പാരലോഗ്രാം. അത്രേ അതിൽ പറയേണ്ടിയുള്ളൂ. അതൊരു പാരലോഗ്രാം ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും. ഇനി ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ABC കോൺട്രുവൻ്റ് ടു DF. ഈ രണ്ട് ട്രയാങ്കിൾ കോൺട്രുവൻ്റ് ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. ABC കോൺട്രുവൻ്റ് ടു DEF. സിക്സ്ത് ക്വസ്റ്റ്യൻ ABC കോൺട്രുവൻ്റ് ടു DF. ഇപ്പം ഇതിൽ നമുക്ക് എല്ലാ AB ഏതിന് ഈക്വൽ ആണ്? AB DEക്ക് ഈക്വൽ ആയിരുന്നു. ഫസ്റ്റ് നമ്മൾ തന്നിട്ടുണ്ട് AB ഈക്വൽ ടു DE. അപ്പോൾ AB ഈക്വൽ ടു DE ആണ്. അതുപോലെ BC ഈക്വൽ ടു EF ആണ്. BC ഈക്വൽ ടു EF. AC ഈക്വൽ ടു DF. AC DFനും ഈക്വൽ ആണ്. AC ഈക്വൽ ടു DF. ഇതൊരു പാരലോഗ്രാം ആണല്ലോ. അപ്പോൾ AC DFന് ഈക്വൽ, BC EFന് ഈക്വൽ ആണ്, AB EDക്ക് ഈക്വൽ ആണ്. അപ്പോൾ മൂന്ന് സൈഡ്സ്, ഈ ട്രയാങ്കിളിൻ്റെ മൂന്ന് സൈഡ്സ്, ഈ ട്രയാങ്കിളിൻ്റെ മൂന്ന് സൈഡ്സിന് ഈക്വൽ ആണ്. Therefore by SSS congruent 0 ട്രയാങ്കിൾ ABC congruent to ട്രയാങ്കിൾ DEF. SSS congruent 0. അപ്പോൾ അത്രയും ഇതിലുള്ളൂ. ഇതിൽ സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. നമുക്ക് ഗിവൺ ആദ്യത്തേത് പ്രൂവ് ചെയ്യാം. AB ഈക്വൽ ടു DE, AB പാരലൽ ടു DE എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ABED പാരലോഗ്രാം ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഒരു പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആൻഡ് പാരലൽ ആണെങ്കിൽ ABED ഒരു പാരലോഗ്രാം ആയിരിക്കും. അപ്പോൾ അത് പ്രൂവ് ചെയ്തു നമ്മൾ. രണ്ടാമത്തത് BC ഈസ് ഈക്വൽ ടു EF ഗിവൺ ആണ്. BC പാരലൽ ടു EF ആണ്. BC EF ഈസ് എ പാരലോഗ്രാം എന്ന് പ്രൂവ് ചെയ്യണം. അതെങ്ങനെയാണ് റീസൺ? പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ ആൻഡ് പാരലൽ ആയതുകൊണ്ട് BC EF പാരലോഗ്രാം ആണ്. അടുത്തത് BE ഈക്വൽ ടു, അപ്പോൾ BC EF പാരലോഗ്രാം ആയാൽ BE ഈക്വൽ ടു CF ആണ്. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ആണ്. ഒരു പാരലോഗ്രാമിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും. BE ഈക്വൽ ടു AD, ABEDയുടെ ഓപ്പോസിറ്റ് സൈഡ്സ് ആണ്. അപ്പോൾ BE ഈക്വൽ ടു AD കിട്ടി. അതുപോലെ AD ഈക്വൽ ടു, അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ആയ AD ഈക്വൽ ടു CF എന്ന് കിട്ടും. AD CF ആണെങ്കിൽ AD പാരലൽ ടു CF എന്നും കൂടിയാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. AD ഈക്വൽ ടു CF ആണ്, അവിടെ പാരലലും ആണ്. അടുത്തത് ആ രണ്ടിൽ ഇതും പാരലൽ ആണെങ്കിൽ AD CFന് ഈക്വലും പാരലും ആണെങ്കിൽ ACFD ഈസ് എ പാരലോഗ്രാം. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ആണ് AC ഈസ് ഈക്വൽ ടു DF. അത് നമ്മൾ പ്രൂവ് ചെയ്തു. പിന്നെ ലാസ്റ്റ് ഈ രണ്ട് ട്രയാങ്കിളും കോൺട്രുവൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ അതിൽ എല്ലാ സൈഡ്സും ABCയിലെ എല്ലാ സൈഡ്സും DEF ട്രയാങ്കിളിന് ഈക്വൽ ആണ്. Therefore the SSS congruent 0 ട്രയാങ്കിൾ ABC congruent to ട്രയാങ്കിൾ DEF. ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് സബ്സ്ക്രൈബ് ചെയ്യുക.